ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച എക്സ്പേർട്ട് ആവാൻ കഴിയില്ല. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് ജോലി സാധ്യതയുള്ള മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. ചുമ്മാ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ ഇൻഡസ്ട്രിയും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫുഡ് ബ്രാൻഡിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെയാണോ ഒരു ഫിറ്റ്നസ് ബ്രാൻഡിന് ചെയ്യേണ്ടത്? അല്ല. അതേപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ബ്രാൻഡിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെയാണോ എഡ്യൂക്കേഷൻ മേഖലയിൽ ചെയ്യേണ്ടത്, ബ്രാൻഡിന് ചെയ്യേണ്ടത്? അല്ല. ഓരോ ബ്രാൻഡിനെയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് അവർ പ്രൊഡക്റ്റിനെയോ ആ വരുന്ന കോമ്പറ്റീറ്ററിനെയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന ടാർഗറ്റിനെയോ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വ്യക്തമായ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ട് വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഭൂരിപക്ഷം കുട്ടികൾക്ക് മികച്ച ജോലി നേടാൻ അല്ലെങ്കിൽ മികച്ച കരിയറിലേക്ക് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിനുള്ള മെയിൻ കാരണം അവർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റയിൽ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ SEO കുറച്ച് റാങ്കിങ് കയറ്റുകയോ എന്നുകൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മെറ്റ ക്യാമ്പയിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലിങ്ക്ഡിനിലോ ഗൂഗിളിലോ ബാക്കി എന്തെങ്കിലും നിങ്ങൾ SEOയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ആ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻറ്റിനെ നല്ല ലാഭകരമായ രീതിയിലേക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ മികച്ച ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആകുന്നുള്ളൂ. ഇന്ന് ക്യാമ്പയിൻസ് ചെയ്യുന്നു, ആ ക്യാമ്പയിൻസ് ചെയ്ത് ലഭിക്കുന്ന ലീഡ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ലീഡ്സിൽ നമ്പർ ഓഫ് ലീഡ്സുകൾ ചുമ്മാ എത്തിക്കുന്ന പോയിന്റ് അല്ലാതെ ക്വാളിറ്റിയിലെ ലീഡ്സുകളാണോ വരുന്നത്. അതേപോലെ തന്നെ AI കാലഘട്ടമാണ് ഇന്ന്. AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും എല്ലാം വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മികച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടായിട്ട് കരിയർ വളർത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിച്ചത് വെറുതെ ആവാതെ ഇരിക്കുകയുള്ളൂ. അതല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറ്റരുത്. അതിനൊപ്പം തന്നെ ബ്രാൻഡ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈവൻ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.